ഗൈസ്, ഇപ്പം നിങ്ങൾ കാണാൻ പോകുന്നത് ഞാൻ എന്നും കാണിക്കാൻ പോകുന്ന പോലത്തെ എൻ്റെ ഡ്രസ് ഷോ ആണ് കേട്ടോ. ഈ ഡ്രസ്സ് ഇട്ടിട്ട് ഞാൻ എവിടേക്കാ പോയത്? അതിന് മുമ്പ് എൻ്റെ നാത്തൂന് ഞാൻ വിഷുവിന് മേടിച്ചു കൊടുത്ത ഡ്രസ്സാണ് കേട്ടോ ഇത്. എനിക്ക് അവളിത് മിന്ത്രയത് സെലക്ട് ചെയ്ത് അയച്ചൊന്നും ഞാൻ അവൾക്ക് മേടിച്ചു കൊടുത്തു. മുല്ലപ്പൂം കൂടി ഏറ്റെടുക്കും കല്ലിനുമുണ്ട സൗരഭ്യം എന്നാണല്ലോ ആളും ഇങ്ങനെയൊക്കെ കാണിക്കാൻ വേണ്ടി പഠിച്ചേട്ടോ. ഞങ്ങൾ രണ്ടുപേരും കെട്ടിയൊരുങ്ങിയിട്ട് എങ്ങോട്ടാ? ഞങ്ങളുടെ അനിയനത് എയർപോർട്ടിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട്, ഞങ്ങളുടെ അനിയനല്ല എൻ്റെ അനിയനെ എയർപോർട്ടിൽ നിന്ന് എടുക്കാൻ, അവളെ കെട്ടിയോനെ എയർപോർട്ടിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സഞ്ജപ്പന്തെ ലാൻഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് നേരം അവനോട് പോസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു ലഗേജ് കിട്ടാണ്ട് കേട്ടോ. കുറച്ച് നേരം വെച്ചാൽ ഒരു 1.25 മണിക്കൂറോളം. അപ്പോൾ ഞങ്ങളിങ്ങനെ പുറത്ത് നിന്ന് കൈയും കാലൊക്കെ കാണിച്ച് അവനെ പ്രകോപിപ്പിക്കുകയായിരുന്നു. അങ്ങനെ കുറച്ച് നേരത്തിന് ശേഷം നമ്മുടെ ചെക്കൻ്റെ പുറത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ. നമുക്കൊരു സെൻറ്റിമെൻ്റൽ സീൻ അത്യാവശ്യമാണല്ലോ ഇവിടെ. എൻ്റെ അമ്മയ്ക്കാണെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല കരയേണ്ടത്. അപ്പുറത്ത് ആരൊക്കെയോ വന്ന് കരയെന്ന് പറഞ്ഞ് ഇത് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അമ്മ. നമ്മുടെ സഞ്ജപ്പന് ഹെൽത്തിൻ്റെ കുറച്ച് ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണ് അവനെ ഞങ്ങൾ വേഗം തന്നെ നാട്ടിലേക്ക് വരുത്തിച്ചത് കേട്ടോ. അവൻ്റെ ഹെൽത്തൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് ഇനി ഞങ്ങൾ അങ്ങോട്ട് തിരിച്ച് പറഞ്ഞയക്കുന്നുള്ളൂ. ഹെൽത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ചെക്കന്. അപ്പോൾ ഇനിയുള്ള എൻ്റെ വ്ളോഗിലൊക്കെ എൻ്റെ ഇനി നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്നതായിരിക്കും ഗൈസ്.